കണ്ടും കേട്ടും തഴമ്പിച്ച ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു തരികിട പരിപാടി ഇപ്പോൾ പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നെഞ്ചിൽ കുത്തിക്കയറ്റുന്ന ഒരു വിഷപ്പാമ്പിന്റെ കുത്തേൽക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിന്. അല്ലെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു തിരഞ്ഞെടുപ്പ് തോറ്റ അല്ലെങ്കിൽ തോറ്റ പാർട്ടി ഉടൻ തന്നെ ഒരു പല്ലവി അങ്ങ് പാടും. വോട്ട് കൊള്ളയടിച്ചു, EVM തട്ടിപ്പ്, ജനാധിപത്യം അപകടത്തിൽ. ഇവിടെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അടിതെറ്റി വീണ കോൺഗ്രസ് അതിന്റെ പ്രധാന പ്രചാരകനായ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി മുഴക്കിയ വോട്ടർ കൊള്ള ആരോപണത്തിന് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? വെറും പരാജയമൊന്നും ആയിരുന്നില്ല കോൺഗ്രസിന് ബീഹാറിൽ. അതായത് അത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ നാടകങ്ങളുടെ അന്ത്യമായിരുന്നു സംഭവിച്ചത്. ഇതാ ഈ നിമിഷം രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കൂട്ടം മുൻ ഉന്നത ഉദ്യോഗസ്ഥർ, ജഡ്ജിമാർ, അംബാസഡർമാർ, വിമുക്ത ഭടന്മാർ രാഹുൽ ഗാന്ധിക്കെതിരെ തുറന്ന ഒരു കത്തെഴുതിയിരിക്കുകയാണ്. വെറും കത്തല്ല, ഇന്ത്യൻ ജനാധിപത്യ സ്ഥാപനങ്ങളെ നിരന്തരം കളിയാക്കുകയും കരുവാരി തേക്കുകയും ചെയ്യുന്ന ഒരു നേതാവിന്റെ രാഷ്ട്രീയ ഭാവിക്ക് മേലുള്ള അവസാനത്തെ ആണി കൂടിയാണിത്. അതായത് ഇതൊരു ചെറിയ കാര്യമൊന്നല്ല സുഹൃത്തുക്കളെ. 272 പ്രമുഖർ, 16 ജഡ്ജിമാർ, 14 അംബാസിഡർമാർ, 133 വിമുക്ത ഭടന്മാർ, ഇത്രയും വലിയൊരു വിഭാഗം ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബീഹാർ തോൽവിക്ക് ശേഷം രാഹുലിന്റെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇന്ത്യ മുന്നണിയിൽ കലാപം തുടങ്ങിയിരിക്കുന്നു. അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മമതയെയും അഖിലേഷിനെയും ഉയർത്തിക്കാട്ടാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. കോൺഗ്രസ് ഒരു വഴിമുട്ടിയ രാഷ്ട്രീയ പാർട്ടിയായി ഇന്ത്യയിൽ ഒതുങ്ങുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൊള്ള ആരോപണത്തിന്റെ പൊള്ളത്തരവും 272 പ്രമുഖർ ഒപ്പിട്ട് തുറന്ന കത്തിന്റെ പൂർണ്ണ രാഷ്ട്രീയ വിശകലനവും, അതുപോലെ തന്നെ ബീഹാർ പരാജയത്തിന് ശേഷം ഇന്ത്യ മുന്നണിയിൽ ഉയരുന്ന നേതൃമാറ്റ വാദങ്ങളും കോൺഗ്രസിനുള്ളിലെ തകർച്ചയും മാത്രവുമല്ല കേരളത്തിലെ UDF രാഷ്ട്രീയത്തിന് ഈ സംഭവങ്ങൾ നൽകുന്ന മുന്നറിയിപ്പും. തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടിരിക്കുക. കാരണം ഈ വിഷയത്തിന്റെ ചൂട് കേരളത്തിലെ UDF ക്യാമ്പസുകളിലും ഉടൻ എത്താൻ പോവുകയാണ്. നമുക്ക് തുടങ്ങാം. ബീഹാർ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രകടനം കണ്ടപ്പോൾ ആർക്കും മനസ്സിലാകും രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൊള്ള ആരോപണം അവിടുത്തെ ജനങ്ങൾ തീരെ ഏറ്റെടുത്തില്ല എന്ന്. 2020-ൽ 19 സീറ്റുകൾ ഉണ്ടായിരുന്നിടത്ത് ഇത്തവണ വെറും 6 സീറ്റുകളിലേക്കാണ് കോൺഗ്രസ് കൂപ്പ് കുത്തിയത്. സഖ്യകക്ഷിയായ RJDയുടെ പ്രകടനം പോലും 50 സീറ്റുകൾ കുറഞ്ഞ് 25-ലാണ് ഒതുങ്ങിയത്. 4-5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന ഉടനെ തന്നെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒരു വാചകം അങ്ങോട്ട് എറിയും: EVM തട്ടിപ്പ് നടന്നു, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതി പാലിച്ചില്ല. എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്? സ്വന്തം പരാജയം മറച്ചുവെക്കാൻ, പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ, സ്വന്തം അണികളെ പച്ചയ്ക്ക് പറ്റിക്കാൻ. എന്തൊരു കഷ്ടമാണല്ലേ. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ മുത്തശ്ശിയുടെ കാലത്താണ്. അവർ നടത്തിയത് വീണ്ടും ആവർത്തിക്കുമോ എന്ന പേടി. ബീഹാർ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രചാരണ റാലികൾക്ക് ശേഷം വോട്ട് കുറഞ്ഞെങ്കിൽ അവിടുത്തെ ജനങ്ങൾ കോൺഗ്രസിനെ ഈ കള്ളക്കഥ തള്ളിക്കളഞ്ഞു എന്നല്ലേ അർത്ഥം. രാഹുൽ ഗാന്ധിക്ക് സ്വന്തം തെറ്റുകൾ ഒരിക്കലും സമ്മതിക്കാൻ കഴിയില്ല. അദ്ദേഹം എപ്പോഴും ഒരു തോൽവി നായകനാകാനായി ശ്രമിക്കുകയാണ്. തോൽവിക്ക് കാരണം EVMോ തിരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ മറ്റേതോ ശക്തികളാണെന്നാണ് വരുത്തി തീർക്കുന്നത്. അല്ലാതെ സ്വന്തം കഴിവില്ലായ്മയെ അദ്ദേഹം ഇന്നേ വരെ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ തോൽവി ഉണ്ടാവുമോ? ഇതൊരു സ്ഥിരം പാറ്റേൺ ആണ്. എന്നാൽ ഇത്തവണ ഈ നാടകം അധികം ഒന്നും മുന്നോട്ട് പോയില്ല. കാരണം അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ തന്നെ രാജ്യത്തിന്റെ നെറുകയിൽ നിന്നുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ്. 16 ജഡ്ജിമാർ, 14 അംബാസിഡർമാർ, 133 വിമുക്ത ഭടന്മാർ ഉൾപ്പെടെ 272 പ്രമുഖരാണ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ട് തുറന്ന കത്തെഴുതിയത്. ഈ കത്തിന്റെ തലക്കെട്ട് തന്നെ ശ്രദ്ധിക്കാം: ദേശീയ ഭരണഘടനാ അധികാരികൾക്കെതിരായ ആക്രമണം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവൽക്കാർക്കെതിരെ രാഹുൽ ഗാന്ധി നിരന്തരം നടത്തുന്ന വിഷലിപ്തമായ ആരോപണങ്ങളെ ഈ പ്രമുഖർ അപലപിക്കുകയാണ്. എന്താണ് അവർ പറയുന്നത്? ഇന്ത്യയുടെ ജനാധിപത്യം ബലപ്രയോഗത്തിലൂടെയല്ല, മറിച്ച് അതിന്റെ അടിസ്ഥാന സ്ഥാപനങ്ങൾക്കെതിരെയുള്ള വിഷലിപ്തമായ ആരോപണത്തിന്റെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റത്തിലൂടെയാണ് ആക്രമിക്കപ്പെടുന്നത് എന്ന് സിവിൽ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരായ ഞങ്ങളുടെ ഗുരുതരമായ ആശങ്ക ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. ഇതിനർത്ഥം വളരെ വ്യക്തമാണ്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ വെറും രാഷ്ട്രീയ പ്രസ്താവനകളല്ല, അത് ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനങ്ങളെ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, സായുധ സേന, നീതിന്യായ വ്യവസ്ഥ, പാർലമെന്റ് എന്നിവയെ ദുർബലപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ്. ഇവർ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ത്യൻ സായുധ സേനയുടെ വീര്യത്തെ തന്നെ ചോദ്യം ചെയ്തു, നീതിന്യായ വ്യവസ്ഥയെ കളങ്കപ്പെടുത്തി. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമഗ്രതയ്ക്ക് നേരെയുള്ള വ്യവസ്ഥാപിതവും ഗൂഢാലോചനാപരവുമായ ആക്രമണങ്ങളെയാണ് നമ്മൾ നേരിടുന്നത്.
ഒരു രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് സംവിധാനം തിരഞ്ഞെടുപ്പിൽ തോറ്റ ഒരു രാഷ്ട്രീയ നേതാവ് നിരന്തരം ചോദ്യം ചെയ്യുമ്പോൾ അത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിച്ഛായയെയാണ് ബാധിക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യത്തിലുള്ള വിശ്വാസ്യതയാണ് തകരുന്നത്. ഇത്രയും ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് രാജ്യത്തെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചവർ ഒരു നേതാവിനെതിരെ തുറന്ന കത്തെഴുതുന്നത് ആ നേതാവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് മേൽ വന്ന അടിയാണ്. കോൺഗ്രസ് ഈ കത്ത് തള്ളിക്കളയാൻ ശ്രമിച്ചേക്കാം, പക്ഷേ ഇത് ഇന്ത്യൻ ജനതയുടെ മനസ്സിലുള്ള ചോദ്യമാണ്. അതുകൂടി നമ്മൾ ഇവിടെ ഓർമ്മിക്കണം. സ്വന്തം തോൽവിക്ക് വേണ്ടി ഒരു രാജ്യത്തിന്റെ ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കാമോ? പാടില്ല. രാഹുൽ ഗാന്ധി ഈ കത്തിന് മറുപടി നൽകിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മൗനം സമ്മതമാണ്. അദ്ദേഹത്തിന് പറയാൻ മറുപടികളില്ല. കാരണം അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമായിരുന്നു എന്ന് ഇതിലൂടെ തെളിയുകയാണ്. എന്തൊരു കഷ്ടമാണല്ലേ എന്റെ പപ്പുമോനെ, നിങ്ങൾ ഏത് കാലത്താണ് നന്നാവുക? അങ്ങനെ ഒരു പ്രതീക്ഷ ഇന്ന് ഇന്ത്യൻ ജനതയ്ക്ക് ഇല്ല. എന്തായാലും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഈ പരാജയം ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഒരു തീപ്പൊരിയായി മാറിയിരിക്കുകയാണ്. ബീഹാറിലെ കനത്ത തോൽവിയുടെ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ തലയിൽ വെച്ചുകൊണ്ട് നേതൃമാറ്റം വേണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നു. ലോക്സഭയിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ പ്രതിപക്ഷ പാർട്ടിയായ സമാജ്വാദി പാർട്ടിയാണ് ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നത്. അവരുടെ MLA ആയ രവിദാസ് മെഹ്റോത്ര പറയുന്നത് കേൾക്കാം. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഇന്ത്യ സഖ്യത്തെ നയിക്കണം. എന്താണ് ഇതിന്റെ അർത്ഥം? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വിശ്വാസ്യത തകർന്നു കഴിഞ്ഞു. തുടർച്ചയായ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിന്റെ മോശം പ്രകടനം സഖ്യകക്ഷികളെ ചൊടിപ്പിച്ചു. ലോക്സഭയിൽ പാളി, ഇപ്പോൾ ബീഹാറിൽ പാളി, ഇനി അടുത്തത് കർണാടകയിലാണ്. കഴിഞ്ഞ വർഷം നടന്ന 8 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ 6ലും BJP വിജയിച്ചു. കഴിഞ്ഞ വർഷം 99 സീറ്റ് നേടിയ കോൺഗ്രസിന് അതിനുശേഷം ഒരു സംസ്ഥാനത്തും കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി പ്രധാന പ്രചാരണം നടത്തിയ ഇടങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് തോൽക്കുകയാണ്. പിന്നെ എങ്ങനെ ഇന്ത്യ മുന്നണിക്ക് രാഹുലിനെ വിശ്വസിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും? നേരത്തെ തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജിയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയും ഇന്ത്യ സഖ്യത്തെ നയിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. RJD നേതാവായ ലാലു പ്രസാദ് യാദവ് പോലും മമതയെ പിന്തുണച്ചതാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഈ കുടുംബ പാർട്ടിക്ക് ആ ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കാൻ ആവുന്നില്ല? കഴിവുകെട്ടവനാണെന്ന് തെളിഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ നീക്കം? ഇവിടെ ഒരു സത്യം വ്യക്തമാണ്. ഇന്ത്യ മുന്നണിയിൽ പല നേതാക്കൾക്കും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടതാണ്. സ്വന്തം പരാജയം മറയ്ക്കാൻ EVM-നെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറ്റപ്പെടുത്തുന്ന ഒരു നേതാവിനെ അവർക്ക് എങ്ങനെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ സാധിക്കും? അത് മാത്രമല്ല, ഇനിയും വെറുപ്പ് സമ്പാദിക്കാൻ അവരെ കൊണ്ടാവുന്നില്ല. അഖിലേഷ് യാദവിനെയും മമതാ ബാനർജിയെയും പോലെയുള്ള കരുത്തരായ പ്രാദേശിക നേതാക്കൾക്ക് കോൺഗ്രസിന്റെ ഈ തകർച്ച ഒരു അവസരമാണ്. അവർ ഇനി കോൺഗ്രസിന്റെ നിഴലിൽ ഒതുങ്ങാൻ തയ്യാറല്ല. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ഒരു വഴിമുട്ടി നിൽക്കുകയാണ്. നേതൃത്വം മാറാതെ ഈ സഖ്യം മുന്നോട്ട് പോകില്ല. ഈ സംഭവങ്ങൾ കേവലം ബീഹാറിലെയും ഡൽഹിയിലെയും രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമല്ല, ഇതിന്റെ പ്രതിഫലനം കേരളത്തിലെ UDF രാഷ്ട്രീയത്തിലും ഉണ്ടാകണം. തീർച്ചയായും ഉണ്ടായിരിക്കും. UDFന്റെ നട്ടെല്ല് കോൺഗ്രസ് ആണ്, അതിൽ തർക്കമില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസ് തകരുമ്പോൾ അതിന്റെ പ്രതിസന്ധി കേരളത്തിലെ UDF സഖ്യകക്ഷികളെയും ബാധിക്കില്ലേ? തീർച്ചയായും ബാധിക്കും. കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ദേശീയ നേതൃത്വത്തെ വിമർശിക്കാനോ രാഹുൽ ഗാന്ധിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനോ തയ്യാറാവില്ല. അവർ രാഹുൽ ഗാന്ധിയുടെ ഓരോ കള്ളക്കഥകൾക്കും തലകുലുക്കി പിന്തുണ നൽകുകയാണ്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ തള്ളിക്കളയുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ സഖ്യകക്ഷികൾ പോലും ചോദ്യം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ആരോപണങ്ങളെ രാജ്യത്തെ മുൻ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം അപലപിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ UDF എന്തിനാണ് ഈ തോൽവി നായകന് പിന്നാലെ പോകുന്നത്? അതിന്റെ കാര്യം ഇവർക്കില്ലല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ UDF നേതൃത്വം ഒരു ചോദ്യം ചോദിക്കണം. ദേശീയ തലത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു നേതാവിനെ മുന്നിൽ നിർത്തി എങ്ങനെയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക? UDFന് ഇപ്പോഴെങ്കിലും കണ്ണു തുറക്കാം. രാഹുൽ ഗാന്ധിയെ മാത്രം ആശ്രയിച്ചുള്ള ഒരു രാഷ്ട്രീയ പ്രയാണം ഇവിടെ വിജയിക്കില്ല. ശക്തമായ പ്രാദേശിക വിഷയങ്ങളും വ്യക്തമായ ഭരണ കാഴ്ചപ്പാടുകളും ജനങ്ങൾക്ക് മുന്നിൽ വെക്കണം. അല്ലാതെ രാഹുലിന്റെ വോട്ടുകളുടെ ആരോപണത്തെ പിന്തുണച്ചുകൊണ്ട് EVM-നെ പഴിച്ചും കൊണ്ട് മുന്നോട്ട് പോയാൽ കേരളത്തിലെ ജനങ്ങളും UDF-നെ തള്ളിക്കളയും തീർച്ചയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം ഒരു പരിഹാസ കഥാപാത്രമായി മാറിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ UDF നിലപാട് വ്യക്തമാക്കണം. രാഹുൽ ഗാന്ധിയെ വിമർശിച്ച 272 പ്രമുഖരെ UDF പിന്തുണയ്ക്കുമോ അതോ കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് നിന്നും വരുന്ന കള്ളക്കഥകൾക്കൊപ്പം നിൽക്കുമോ? കേരളത്തിലെ യുവജനതയ്ക്ക് ഈ നാടകങ്ങൾ ബോറടിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടത് വികസനമാണ്, അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളല്ല. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇതൊരു വെല്ലുവിളിയാണ്. തോൽവിയെ അംഗീകരിച്ച് സ്വന്തം തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുകയാണോ അതോ EVM-നെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ വോട്ട് കൊള്ള നാടകം തുടരുകയാണോ?
272 പ്രമുഖർ ഒപ്പിട്ട കത്ത്, ഇന്ത്യ മുന്നണിയിലെ പൊട്ടിത്തെറി, ബീഹാറിലെ കനത്ത തോൽവി. ഈ 3 കാര്യങ്ങളും വ്യക്തമാക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയം കോൺഗ്രസിനെ വിട്ട് മുന്നോട്ട് പോവുകയാണ്. UDF നേതാക്കളെ, നിങ്ങൾ എവിടെ നിൽക്കുന്നു? നിങ്ങളുടെ നേതാവ് രാജ്യത്തിന്റെ ജനാധിപത്യ സ്ഥാപനങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ മൗനം പാലിക്കുമോ, അതോ അദ്ദേഹത്തെ തിരുത്തി ശക്തമായ ഒരു ബദൽ രാഷ്ട്രീയം കേരളത്തിൽ അവതരിപ്പിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.